ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് കപ്പ ബിരിയാണി വീട്ടിൽ തയ്യാറാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 കിലോ കപ്പ ഇതേപോലെ നുറുക്കിയിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോ ഇറച്ചി എല്ലോട് കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോ എല്ല് വേണ്ടെന്നാണെങ്കിൽ അത് ഇടണ്ട, പക്ഷെ എല്ലോട് കൂടെ കറി വെക്കുന്നതിനാണ് പ്രത്യേക ടേസ്റ്റ്. പിന്നെ 1 പകുതി തേങ്ങ ചെറുതായിട്ട് നുറുക്കിയിട്ട് എണ്ണയിൽ വറുത്തെടുക്കണം. പിന്നെ പകുതി തേങ്ങയുടെ പീര വറുത്തെടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ബ്രൗൺ നിറത്തിൽ വേണം എടുക്കാൻ, കരിഞ്ഞു പോകരുത്. ഇനി നമുക്കിത് കറിയാക്കാം. അതിനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു തുടം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇത് പെട്ടെന്ന് വഴന്നിടുന്നതിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇവ ഇട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് ചിരുമ്പി വേണമെങ്കിൽ അല്പം കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. മസാലയുടെ പച്ചമണം മാറുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഇറച്ചിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പൊ ഇത് നമ്മുടെ ഇറച്ചി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കപ്പ നിരത്തിയിട്ട് കൊടുക്കാം. ഇതേപോലെ നിരത്തിയിട്ടതിന് ശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് വെതറിയിടുക. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പീരയും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്കിത് മൂടി വെച്ച് 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. അപ്പൊ നമുക്ക് ആവി വന്നാന്ന് നോക്കാം. അപ്പൊ ഇത് നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ച്
ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള കടുക് താളിച്ചെടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്കും അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിത് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതേ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതേ നമ്മുടെ അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കണം, എന്നാലേ അതിന്റെ ഒരു രുചി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പൊ ഇതേപോലത്തെ അടിപൊളി വീഡിയോസുമായി ഞാൻ ഇനി വരും. അതുവരെ ബൈ.